നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പല കാര്യങ്ങളിലും നിശബ്ദനാകുന്നത് എന്തുകൊണ്ടെന്ന വലിയ ചോദ്യം പ്രതിപക്ഷം ആരായുകയാണ്. പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്ന് പ്രതിപക്ഷം ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടിട്ടും അത് നിരാകരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഇന്ത്യയിലെ ആഭ്യന്തര കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരെ, വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും എന്തുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന ചോദ്യം വീണ്ടും രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയാണ്. പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ രീതിയിൽ പ്രതിരോധ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഇലക്ഷൻ സ്റ്റണ്ട് പോലെ കാര്യങ്ങൾ പറയുന്നത് എന്തിനാണ്? കൃത്യമായ ആക്രമണ പദ്ധതികൾ അത് ഒരിക്കലും പറയാനുള്ളതല്ല, അത് നടപ്പിലാക്കാനുള്ളതാണ്. അത് രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ രീതികളെ കടമെടുത്ത് തന്നെയാണ് പറയുന്നത്. എങ്ങനെയാണ് ബംഗ്ലാദേശിന് വിമോചനം കിട്ടിയത്? പാകിസ്ഥാൻ്റെ പിടിയിൽ നിന്നും എങ്ങനെ അവർ മുക്തരായി? ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള നയതന്ത്ര വിജയം. അത്തരത്തിൽ ഒരു നയതന്ത്ര വിജയം രൂപീകരിക്കാൻ ഒരു താമസവുമില്ല. ലോകരാജ്യങ്ങൾ അനുകൂലമായി ഇന്ത്യയോടൊപ്പം നിൽക്കുമ്പോൾ ഏതാനും ചില രാജ്യങ്ങൾ പാകിസ്ഥാൻ്റെ തീവ്രവാദത്തെ പിന്തുണയ്ക്കുമായിരിക്കാം. അതിൽ ഒന്നാമനായി ചൈന നിൽക്കുമായിരിക്കാം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ചൈനയ്ക്കും ഒറ്റപ്പെടേണ്ടി വരും. ലോകരാജ്യങ്ങൾ കൃത്യമായും സസൂക്ഷ്മം വീക്ഷിച്ചിരിക്കുകയാണ്. US-നും ഈ കാര്യത്തിൽ വ്യത്യസ്ത നിലപാടല്ല. ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു സമ്മതി, ലോകത്തിൻ്റെ നാനാവിധങ്ങളിൽ നിന്നുള്ള സമ്മതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഭീകര ക്യാമ്പുകളും ഭീകരാക്രമണം നടത്താൻ അവർ ഉപയോഗിച്ച രീതികളും കൃത്യമായി പിന്തുടർന്നാൽ അതിന് മറുപടി തന്നെ കൊടുക്കാൻ കഴിയും. ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇതിന് എത്രയും പെട്ടെന്ന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് രാഷ്ട്രപതിയെ കാണാൻ പ്രതിപക്ഷ നേതാവ് തീരുമാനിച്ചിരിക്കുന്നത്. സുപ്രീം കമാൻഡർ രാഷ്ട്രപതിയാണ്. പല കാര്യങ്ങളിലും മോദി സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിലേറിയതിന് ശേഷം നിരവധിയായ അറ്റാക്കുകൾ കശ്മീരിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം അബ്രോഗേഷൻ ബില്ലുകൊണ്ട്, അതായത് കശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് കൊണ്ട് താഴ്വരയിൽ സമാധാനം വരും എന്നും ടൂറിസ്റ്റുകളെ ആകർഷിക്കപ്പെടും എന്നും പരിപൂർണമായി വിശ്വസിക്കാൻ കഴിയില്ല. ഈയൊക്കെ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യണം. അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന സൈനിക ബലം കൂട്ടേണ്ടതിൻ്റെ ആവശ്യം മേജർ ജനറൽ GD ബക്ഷി പലതവണയായി ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. നിരവധിയായ സൈനിക ഉദ്യോഗസ്ഥർ റിട്ടയറായി അവരുടെ നിഗമനങ്ങൾ കൃത്യമായി വിവരിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതൊന്നും കേൾക്കാനല്ല നരേന്ദ്രമോദിക്ക് താല്പര്യം. അദ്ദേഹത്തിന് EDയെ കൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ രാഷ്ട്രീയ യുദ്ധം നടത്തുക. അത് ഏതൊരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് കഴിയും. ഭാരതത്തിൻ്റെ പൊതുവികാരം മനസ്സിലാക്കാൻ ഇപ്പോഴും കൃത്യമായി പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്ന് രാഹുൽ അതുകൊണ്ടാണ് പറയുന്നത്.